നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇക്വലൻസ് റിലേഷനെ കുറിച്ച് പഠിച്ചിരുന്നു. ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഈ 3 ടൈപ്പ് റിലേഷനും കൂടെ ആകുമ്പോഴാണ് നമ്മളതിനെ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇക്വലൻസ് ക്ലാസസ് ആണ് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വലൻസ് ക്ലാസസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിച്ച ഒരു ഇക്വലൻസ് റിലേഷനിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്ത ഇതാണ്: കൺസിഡർ എ സെറ്റ് 1 2 3 4 5 ലെറ്റ് ആർ ബി ദ റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ ബൈ ആർ ഈക്വൽസ് എ ബി സച്ച് ദാറ്റ് മോഡ് എ മൈനസ് ബി ഈസ് ഈവൻ. ഈസ് ആർ ആൻ ഇക്വലൻസ് റിലേഷൻ? ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഒരു റോസ്റ്റർ ഫോമിൽ ഇതിനെ ഒന്ന് എഴുതാം. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: 1 1 1 3 1 5 2 2 2 4 3 1 3 3 3 5 4 2 4 4 5 1 5 3 5 5. കാരണം ഇതിന്റെ ഡിഫറൻസ് എല്ലാം എന്ത് കിട്ടും? ഈവൻ കിട്ടും. ഡിഫറൻസ് ഈവൻ വരുന്ന നമ്പറുകളാണ് ഈ റിലേഷനകത്ത് വരുന്നത്. ഇനി അപ്പോൾ ഇതൊരു ചെക്ക് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ ഇത് ഇക്വലൻസ് ആണോ നോക്കുന്നത് എങ്ങനെയാണ്? റിഫ്ലെക്സീവ് ആണോ? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണത്. ഈക്വലൻസ് ആണോ നോക്കുക. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. ഇനി 1 3 ഉണ്ട്, 3 1 ഉണ്ട്, അങ്ങനെ എല്ലാ പേരിനും ശരിയാവും. ദെൻ 1 3 ഉണ്ട്, 3 5 ഉണ്ട്, അപ്പോൾ 1 5 ഉണ്ട്. അങ്ങനെ 3 പ്രോപ്പർട്ടിയും ശരിയാവുന്നുണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ എന്താണ്? ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റിലേഷനകത്തു നിന്ന് 1ഉമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സുകളൊന്ന് എഴുതാൻ പോവുക. 1 എന്നുള്ള എലമെന്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എലമെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കുക. 1 1 ഉണ്ട്, 1 3 ഉണ്ട്, 1 5 ഉണ്ട്. അപ്പോൾ നമുക്കതിനെ ആ 1 3 5നെ ഒരു സെറ്റാക്കി എഴുതിയാൽ ദെൻ സെറ്റ് 1 3 5 ഈസ് കോൾഡ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ് 1. ഇത് വായിക്കേണ്ടത് ഇക്വലന്റ് ക്ലാസ് ഓഫ് 1, ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറയുന്നത് 1 3 5 ആണ്. ദാറ്റ് ഈസ് ഇക്വലന്റ് ക്ലാസ് ഓഫ് 1 ഈക്വൽ ടു 1 3 5. ഇനി അടുത്തതായിട്ട് ലിസ്റ്റ് ദ എലമെന്റ്സ് റിലേറ്റഡ് ടു 2 ഇൻ ആർ. ഈ ആറിനകത്തെ 2ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എലമെന്റ്സുകളെ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ 2ആയിട്ട് എലമെന്റ്സുകൾ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ഉണ്ട്, റിലേറ്റഡ് ആണ്. ഇവിടെ ഒരു 2 2 ഉണ്ട്, ദെൻ ഒരു 2 4 ഉണ്ടല്ലോ, 2 4 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതാം: ദെൻ സെറ്റ് 2 4 ഈസ് കോൾഡ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 and is denoted by within square bracket 2. That is equivalence class of 2 equal to set 2 4. അപ്പോൾ ഇത് ഒന്ന് സെറ്റ് 1 3 5 കിട്ടി, അടുത്ത സെറ്റ് 2 4 കിട്ടി. ഇനി നമുക്ക് അടുത്ത 3 എന്നുള്ള എലമെന്റ് എടുക്കാം. ഇങ്ങനെ ഓരോ എലമെന്റുകൾ എടുക്കാം. 3 എന്നുള്ള എലമെന്റ് എടുത്താൽ ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറയുന്നത് സെറ്റ് 1 3 5 ആണ്. ഇക്വലൻസ് ക്ലാസ് ഓഫ് 4 എന്ന് പറയുന്ന സെറ്റ് 2 4 ആണ്. ഇക്വലൻസ് ക്ലാസ് ഓഫ് 5 എന്ന് പറയുന്ന സെറ്റ് 1 3 5 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോട്ട് ചെയ്താൽ ഒരു കാര്യം മനസ്സിലാവും. ഈ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1, ഇക്വലൻസ് ക്ലാസ് ഓഫ് 3, ഇക്വലൻസ് ക്ലാസ് ഓഫ് 5 ഇത് 3ഉം ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 ആൻഡ് 4 ആർ ഈക്വൽ. ഇക്വലൻസ് ക്ലാസ് ഓഫ് 2ഉം 4ഉം ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് ഇക്വലൻസ് ക്ലാസസിനെ കുറിച്ചൊന്ന് പറഞ്ഞു എങ്ങനെയാണെന്ന്. അതായത് ഇക്വലൻസ് ക്ലാസ് കിട്ടണമെങ്കിൽ ഇപ്പോൾ 1ന്റെ ഇക്വലൻസ് ക്ലാസ് കണ്ടുപിടിക്കണമെങ്കിൽ 1ഉമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സുകളെ ലിസ്റ്റ് ചെയ്തിട്ട് അതിനെ ഒരു സെറ്റ് ആക്കുക. 2 ആണെങ്കിൽ 2ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എലമെന്റ്സുകളെ ലിസ്റ്റ് ചെയ്ത് അതിനെ ഒരു സെറ്റ് ആക്കുക. 3 ആണെങ്കിൽ 3യുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എലമെന്റ്സുകളുടെ ഒരു സെറ്റ്. അങ്ങനെ നമുക്ക് എല്ലാ എലമെന്റ്സുകളെയും കണ്ടുപിടിക്കാം. അതിനെ ഇക്വലൻസ് ക്ലാസസ് എന്ന് പറയും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. ഇക്വലൻസ് ക്ലാസസ് കണ്ടുപിടിച്ചു. ഇനി അതിന്റെ ബാക്കിയായിട്ട് നോക്കിയാൽ നമുക്കൊരു സെറ്റ്, നമ്മളെ സെറ്റ് ഇത് തന്നെ 1 2 3 4 5 സെറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടത് എന്താണ്? ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് 5 ഈക്വൽ ടു സെറ്റ് 1 3 5 ആണ്. അതുപോലെ ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് 4 ഈക്വൽ ടു 2 4 ആണെന്ന് കിട്ടി. കൂടാതെ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എടുത്താൽ നമുക്ക് എ കിട്ടും. കാരണം ഇവിടെ 1 3 5ഉം 2 4ഉം ആണ്. യൂണിയൻ എടുത്താൽ എ കിട്ടുമല്ലോ. അതായത് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 യൂണിയൻ ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 ഈക്വൽ ടു എന്തായിരിക്കും? എ ആയിരിക്കും. കൂടാതെ ഈ രണ്ട് സെറ്റുകൾക്ക് കോമൺ എലമെന്റ്സുകൾ ഇല്ല, അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് സെറ്റുകളാണ്. അതായത് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ഇന്റർസെക്ഷൻ ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 ഈക്വൽ ടു നൾ സെറ്റ്. പിന്നെ നമുക്കിവിടെ മനസ്സിലാവുന്നത് ഹിയർ ഈച്ച് എലമെന്റ് ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1ലെ എല്ലാ എലമെന്റ്സുകളും റിലേറ്റഡ് ടു ഈച്ച് അതർ ആണ്. അതുപോലെ ഇക്വലൻസ് ക്ലാസ്സിലെ 2ലെ എല്ലാ എലമെന്റ്സുകളും റിലേറ്റഡ് ആണ്. 2ഉം 4ഉം റിലേറ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ബട്ട് നോ എലമെന്റ് ഓഫ് 1 ആൻഡ് 2 ആർ റിലേറ്റഡ്. അതായത് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1ലെയും 2ലെയും എലമെന്റ്സുകൾ തമ്മിൽ റിലേറ്റഡ് അല്ല. കാരണം 1 2 വരില്ല,
കാരണം ഡിഫറൻസ് എന്താവില്ല, ഈവൻ ആവത്തില്ല. അത് കാരണം ഇത് തമ്മിൽ റിലേറ്റഡ് അല്ലതാനും. അത് കാരണം അത് ഡിസ്ജോയിന്റ് സെറ്റുകളാണ്. കൂടാതെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, എയും കിട്ടി. ഇത് നമുക്കൊരു ഡയഗ്രാമാറ്റിക്കലായിട്ട് കാണിച്ചാൽ ഹിയർ വി സേ ദാറ്റ് 1 and 2 ഫോംസ് എ പാർട്ടീഷൻ ഫോർ എ. അപ്പോൾ എയ്ക്ക് ഒരു പാർട്ടീഷൻ ഉണ്ടാക്കുന്ന പറയും ഈ 1ഉം 2ഉം. അപ്പോൾ പാർട്ടീഷൻ ഉണ്ടാകണമെങ്കിൽ കണ്ടീഷൻ ഉണ്ടാവണം. ആ കണ്ടീഷൻ എന്താണെന്നുള്ള നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അതൊന്നുകൂടെ നമുക്ക് പറയാം. ഈ 1ഉം 2ന്റെ പാർട്ടീഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 1ലെ എലമെന്റ്സുകൾ റിലേറ്റഡ് ആയിരിക്കണം, 2ലെ എലമെന്റ്സുകൾ തമ്മിൽ റിലേറ്റഡ് ആയിരിക്കണം. 1ലെയും 2ലെയും എലമെന്റ്സുകൾ തമ്മിൽ റിലേറ്റഡ് ആവാനും പാടില്ല. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഈച്ച് എലമെന്റ് ഓഫ് 1 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ, each element of 2 are related to each other, but no element of 1 and 2 are related. That is, they are disjoint. അപ്പോൾ ഇത്രയും കണ്ടീഷൻ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ 1നെയും 2നെയും ഈ എയുടെ പാർട്ടീഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ ഒരു ഡയഗ്രമായിട്ട് കാണിച്ചാൽ ഇങ്ങനെ കിട്ടും. എ എന്നുള്ള സെറ്റ് അതിൽ എലമെന്റ്സ് ആണ് 1 2 3 4 5. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 നമ്മുടെ 1 3 5 ആയിരുന്നു. അപ്പോൾ 1 3 5 അടുത്ത 2 4 ഇതിനെ നമുക്ക് പാർട്ടീഷൻ ചെയ്തു. 1 3 5 1 എന്നെടുത്തു, 2 4 എന്ത് കിട്ടി, 2ഉം. ഇനി നമുക്ക് ഇതിന്റെ യൂണിയൻ നോക്കാം. യൂണിയൻ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, ഫുൾ സെറ്റ് കിട്ടില്ലേ. 1 3 5 2 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ എ എന്നുള്ള സെറ്റുമാണ്. ഇനി അത് ഡെഫിനിഷനിലേക്ക് എത്തിയാൽ ഗിവൺ ആൻ ആർബിട്രറി ഇക്വലൻസ് റിലേഷൻ ആർ. അപ്പോൾ നമുക്ക് എന്തായാലും ഇക്വലൻസ് ക്ലാസ് വേണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം, ഒരു ഇക്വലൻസ് റിലേഷൻ ഉണ്ടാവണം. നമ്മൾ അതിനെ ആർ എന്ന് വിളിക്കുന്നു. പിന്നെ ഒരു സെറ്റ് ആർബിട്രറി ആയിട്ടൊരു സെറ്റ് എക്സ് ഉണ്ടാവണം. നമ്മൾ അതിനെ എ എന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഒരു എക്സ് എന്നുള്ള ഒരു സെറ്റുമുണ്ട്. ഈ റിലേഷൻ ഡിവൈഡ്സ് എക്സ് ഇൻറ്റു മ്യൂച്വലി ഡിസ്ജോയിന്റ് സബ്സെറ്റ്സ്. അപ്പോൾ നമ്മുടെ സെറ്റ് ഇവിടെ എ ആയിരുന്നു. അതിനെ ഈ രണ്ട് സെറ്റുകൾ മ്യൂച്വലി ഡിസ്ജോയിന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഇക്വലന്റ് ക്ലാസ് ഓഫ് 1ഉം ഇക്വലന്റ് ക്ലാസ് ഓഫ് 2ഉം. ഇതിനെ നമുക്ക് രണ്ട് സെറ്റാണ്, ഇതൊരു സെറ്റ്, ഇത് അടുത്ത സെറ്റ്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. കണ്ടീഷൻ എന്തൊക്കെയാണ്, ഇതിന്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് ഫുൾ സെറ്റ് കിട്ടണം. ഇതിനകത്തെ എലമെന്റ്സുകൾ റിലേറ്റഡ് ആണ്, ഇവിടുത്തെ എലമെന്റ്സുകളും റിലേറ്റഡ് ആണ്. പക്ഷേ ഈ രണ്ട് സെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് അല്ലതാനും. ഇത്രയും കൂടെ വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് all elements of AI are related to each other. ഫസ്റ്റ് സെറ്റ് ഇതിനകത്തെ എല്ലാ എലമെന്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിരിക്കണം. അതേപോലെ ഇതിനകത്തെ സെക്കൻഡ് സെറ്റ് ഇതിനകത്തെ എലമെന്റ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിരിക്കണം. ദെൻ നോ എലമെന്റ് ഓഫ് AI ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് AJ. AIയിലെ ഒരു എലമെന്റ് പോലും AJയിലെ ഒരു എലമെന്റുമായിട്ടും റിലേറ്റഡ് ആവരുത്. അപ്പോൾ ഇവിടെ A1ലെ ഒരു എലമെന്റ് പോലും A2ലെ അടുത്ത എലമെന്റുകളുമായി റിലേറ്റഡ് ആവരുത്. A1 A2 ഡിസ്ജോയിന്റ് ആവണം. ദെൻ യൂണിയൻ ഗീവ്സ് എക്സ്, ക്യാപിറ്റൽ എക്സ്. ഇതിന്റെ യൂണിയൻ എടുത്താൽ ഫുൾ സെറ്റ് കിട്ടണം. അതായത് ഇതിന്റെ യൂണിയൻ എടുത്താൽ എന്ത് വരും, 1 3 5 2 4. അത് നമുക്ക് എന്ത് കിട്ടുകയും ചെയ്യും, എ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ വന്നാൽ ഈ സബ്സെറ്റുകളെ, അതായത് ഈ പറഞ്ഞ നമ്മുടെ A1 A2 ഇവിടെ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വലൻസ് ക്ലാസസ് എന്ന് പറയും. അപ്പോൾ അതുപോലെ ഇത് ഒരു പാർട്ടീഷൻ, ഈ ക്ലാസ്സുകൾ ഇതിനെ പാർട്ടീഷൻ ചെയ്യുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമ്മളൊരു ഇക്വലൻസ് ക്ലാസസ് പറയുന്നത്. അപ്പോൾ ഇക്വലൻസ് ക്ലാസസ് പറയണമെങ്കിൽ എന്തുണ്ടാവണം, ഒരു ആർബിട്രറി ആയിട്ടൊരു സെറ്റ് ഉണ്ടാവണം, ഒരു റിലേഷൻ ഉണ്ടാവണം. ആ റിലേഷൻ എന്താവണം, ഇക്വലൻസ് റിലേഷൻ ആവണം. ആ ഇക്വലൻസ് റിലേഷനാണ് ഇതിനെ എന്തായിട്ട് മാറ്റുന്നത്, പിന്നെ ഇക്വലൻസ് ക്ലാസസ് ആയിട്ട് മാറ്റും. പിന്നെ അവിടെ നിന്ന് നമ്മളിവിടെ വന്നു പാർട്ടീഷനിലേക്കും വന്നു. ഇതായിരുന്നു നമ്മുടെ ഇക്വലൻസ് ക്ലാസിന്റെ കുറച്ചുകൂടെ ഇതായിട്ട് വരുന്ന ഒരു ഇക്വലൻസ് റിലേഷനകത്ത് വരുന്ന ഇക്വലന്റ് ക്ലാസസിന്റെ ഡെഫിനിഷൻ. ഇത് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് കുറച്ച് റിലേഷൻസ് തന്നിട്ടുണ്ട്. ഈ റിലേഷൻസ് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, relation R in the set A equals set 1 2 3 etc 14 defined as R equals ordered pair xy such that 3x minus y equals 0. First one. അപ്പോൾ നമുക്ക് അത് തന്നെ നോക്കാം. A എന്നുള്ള സെറ്റ്, ആ സെറ്റ് 1 മുതൽ 14 വരെ ഉണ്ട്. അതിലെ റിലേഷൻ ആണ് 3x മൈനസ് y ഈക്വൽ 0. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കേസിൽ relation R equals ordered pair xy such that 3x minus y equal to 0. അപ്പോൾ A എന്നുള്ള സെറ്റ് 1 മുതൽ 14 വരെ ഉണ്ട്. ഇവിടെ 1 മുതൽ 14 വരെ. നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ 3x മൈനസ് y 0 ആവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 3x മൈനസ് y, അപ്പോൾ നമുക്ക്
3x മൈനസ് വൈ 0 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 3x എന്നാണ്. y ഈക്വൽ ടു 3x. അപ്പൊ x നമുക്ക് 1 കൊടുത്താൽ y 3 കിട്ടും. അതാണ് ഫസ്റ്റ് പെയർ. അപ്പൊ 1 3 എന്നുള്ള പെയർ നമുക്ക് വരും. അടുത്ത് നമുക്ക് നോക്കാം. 1 3 നമ്മൾ പറഞ്ഞു. അടുത്ത 2 നോക്കിയാൽ 1 3 then അടുത്ത പെയർ വരുന്നത് 1 3 കഴിഞ്ഞു. അടുത്തത് 2 6 ആണ്. 2 6 എന്നുള്ള പെയർ. അത് ശരിയാണോ നോക്കാം. x നമുക്കൊന്ന് 2 കൊടുക്കാം. y 6. അപ്പൊ ശരിയാവുമോ നോക്കാം. അപ്പൊ നമുക്കിവിടെ 0 കിട്ടുന്നുണ്ട്. 3x മൈനസ് വൈ 0. പിന്നെ അടുത്ത കേസ് വരുന്നത്, അടുത്ത പെയർ വരുന്നത് 2 6. അത് പറഞ്ഞു. അടുത്തത് 3 9 ഉണ്ട്. 1 3 ഉണ്ട്. 2 6 ഉണ്ട്. ദെൻ നെക്സ്റ്റ് 1 3 9 ഉണ്ട്. ദെൻ 4 12 ഉണ്ട്. അടുത്ത നമുക്ക് 5ന്റെ ആവശ്യം വരത്തില്ല. കാരണം 5 വന്നു കഴിഞ്ഞാൽ 5 × 3 15 വരാൻ പോകുന്നത്. 15 എന്നുള്ള നമ്മുടെ സെറ്റിനകത്ത് ഇല്ല. അപ്പൊ നമ്മുടെ റിലേഷനകത്ത് ഇത്രയും പേരേ വരത്തുള്ളൂ. 1 3 2 6 3 9 4 12. കാര്യം 3x മൈനസ് വൈ 0 എന്നാ. 3x മൈനസ് വൈ 0 വരുന്ന ഇത്രയും പോസിബിലിറ്റി ഉള്ളൂ. അല്ല, ഇവിടെ നമുക്ക് എഴുതാം, ഡയറക്റ്റ് എഴുതാൻ പറ്റും. 3x മൈനസ് വൈ എന്ന് പറഞ്ഞാൽ y ഈക്വൽ 3x. എക്സിന് ഓരോ വാല്യൂ കൊടുത്ത് നോക്കുക. എക്സിന് 1 കൊടുത്താൽ y എത്ര ആകും? 3. എക്സിന് 2 കൊടുത്താൽ 3 × 2 6 ആവും. എക്സിന് 3 കൊടുത്താൽ 3 × 3 9 ആവും. എക്സിന് 4 കൊടുത്താൽ 3 × 4 12 ആവും. എക്സിന് 5 കൊടുത്താൽ 5 × 3 15 ആവും. നമുക്കത് എഴുതാൻ പറ്റില്ല, ഇതിനകത്ത് 15 ഇല്ല. അപ്പൊ ഇതാണ് റിലേഷൻ. 1 3 2 6 3 9 4 12. ഇത്രയാണ് നമ്മുടെ റിലേഷനകത്ത് വരുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഹിയർ 1 ഈസ് നോട്ട് റിലേറ്റഡ് ടു 1. നമുക്ക് റിഫ്ലെക്സീവ് എന്ന് പറയുകയാണെങ്കിൽ സെയിം എലമെന്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. 1 1 റിലേറ്റഡ് അല്ല. അപ്പോൾ തന്നെ ഇത് തെറ്റി. ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അടുത്ത നമുക്ക് സിമെട്രിക് ആണോ നോക്കാം. 1 ഈസ് റിലേറ്റഡ് ടു 3. 1 3 റിലേറ്റഡ് ആണ്. 1 ഈസ് റിലേറ്റഡ് ടു 3. പക്ഷേ 3 1 റിലേറ്റഡ് അല്ല. 3 ഈസ് നോട്ട് റിലേറ്റഡ് ടു 1. സോ R ഈസ് നോട്ട് സിമെട്രിക്. ദെൻ 1 ഈസ് റിലേറ്റഡ് ടു 3. 1 റിലേറ്റഡ് ടു 3 ആണ്. 3 റിലേറ്റഡ് ടു 9 ആണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും 1 റിലേറ്റഡ് ടു 9 കിട്ടുമോ നോക്കുക. 1 റിലേറ്റഡ് ടു 9 അല്ല. അതുകൊണ്ടത് ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഇത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. സോ 3x മൈനസ് വൈ ഈക്വൽ 0 ഈസ് this relation is neither reflexive nor symmetric and nor transitive. സിമെട്രിക്കും അല്ല, റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റിലേഷൻ ആർ ഇൻ ദ സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അവിടെ നാച്ചുറൽ നമ്പേഴ്സിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആർ ഈക്വൽസ് ഓർഡർ പെയർ എക്സ് വൈ സച്ച് ദാറ്റ് y ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആൻഡ് എക്സ് ലെസ് ദാൻ 4. എക്സിന്റെ വില 4 കുറവായിട്ട് വരുന്ന നാച്ചുറൽ നമ്പറുകൾ. അപ്പൊ നമുക്ക് അവിടെ നോക്കാവുന്ന ആ റിലേഷൻ ഈ പറഞ്ഞ റിഫ്ലെക്സീവോ സിമെട്രിക്കോ ട്രാൻസിറ്റീവോ എന്തെങ്കിലും ആണോ നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് എക്സിന്റെ വാല്യൂ അവർ പറയുന്നത് 4 കുറവ് എന്ന് പറഞ്ഞാൽ 4 കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 1 2 3 ഈ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എക്സിന് 1 കൊടുക്കാം. എക്സിന് 1 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന പെയർ 1 6 എന്നുള്ള പെയറാണ് റിലേഷനിൽ വരുന്നത് 1 ആകുമ്പോൾ. നമുക്കിനി 2 കൊടുക്കാം. 2 കൊടുത്താൽ റിലേഷനിൽ വരുന്നത് 2 7 ആണ്. ദെൻ 3 കൊടുക്കാം. 3 കൊടുക്കുമ്പോൾ നമുക്ക് റിലേഷനിൽ വരുന്നത് 3 8 ആണ്. 4 കൊടുക്കാൻ പറ്റില്ല, കാരണം എക്സിന്റെ വാല്യൂ 4 കുറവാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന റിലേഷനകത്ത് വരുന്ന പെയറുകൾ ഇതാണ്: 1 6 2 7 3 8. അത് നമുക്ക് ഡയഗ്രമാറ്റിക്കലി ഇങ്ങനെ കാണിക്കാം. നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ 1 2 എക്സെട്രാ അങ്ങ് പോകും. ഇവിടെ 1 മുതൽ ഇങ്ങനെ പോവാം. അപ്പൊ അവിടുത്തെ 1 6 എന്നുള്ള പെയറുണ്ട്, 2 7 ഉണ്ട്, 3 8 ഉണ്ട്. ഈ 3 എലമെന്റ്സുകളേ ഉള്ളൂ. ഹിയർ ആർ ഈസ് നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക്. റിഫ്ലെക്സീവ് അല്ല, കാരണം 1 ഈസ് നോട്ട് റിലേറ്റഡ് ടു 1, 2 ഈസ് നോട്ട് റിലേറ്റഡ് ടു 2.
സിമെട്രിക് അല്ല. 1 റിലേറ്റഡ് ടു 6 ആണ്, പക്ഷെ 6 നോട്ട് റിലേറ്റഡ് ടു 1. അതുകൊണ്ട് അത് സിമെട്രിക് അല്ല. ബട്ട് ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ് ആണ്. കാരണം ഇതിനകത്ത് നോക്കിയ 1 3 എന്നുള്ള പെയർ ഇല്ല, 1 3 ഇല്ല, 3 5 ഇല്ല, സോ 1 5 ഇല്ല. അത് നമ്മൾ പണ്ട് പഠിച്ച കോൺട്രാപോസിറ്റീവിന്റെ ആ കേസാ. 1 3 ഇല്ല, 3 5 ഇല്ല, അതുകൊണ്ട് 1 5 ഇല്ല, സോ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. അപ്പൊ ഇത് നമ്മൾ കോൺട്രാപോസിറ്റീവ് എന്നും പറഞ്ഞ് ഫസ്റ്റ് ഇയർ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ പഠിക്കുന്നതാണ്. കോൺട്രാപോസിറ്റീവ് അതായത് തിരിച്ചെഴുതി, കോൺവേഴ്സും കോൺട്രാപോസിറ്റീവും. അത് തന്നെ ഇക്വലന്റ് കണ്ടീഷൻ ആയിട്ട് ഇവിടെ എഴുതുന്നുള്ളൂ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് എ ബി എലമെന്റ് ഓഫ് ആർ, ബി സി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ സി എലമെന്റ് ഓഫ് ആർ. എ ബി ഉണ്ടാവണം, ബി സി ഉണ്ടാവണം, അങ്ങനെയാണ് എ സി ഉണ്ടാവണം. അത് തിരിച്ചു പറഞ്ഞാൽ എ സി ഇല്ലെങ്കിൽ എ ബി ഉണ്ടാവില്ല, ബി സി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിലൊന്നും ഉണ്ടാവില്ല. അതേ ഉള്ളൂ കണ്ടീഷൻ. അപ്പൊ അങ്ങനെ നമുക്ക് ഇത് ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ ഇത് ക്ലിയർലി റിഫ്ലെക്സീവുമല്ല, സിമെട്രിക്കുമല്ല. ഇതാണ് നമ്മുടെ രണ്ടാമത്തേതിന്റെ ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ 1 2 3 4 5 6 where r equals ordered pair xy such that y is divisible by x. y is divisible by x, അതായത് y യെ x കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ റിലേഷൻ. അത് ഈ പറയുന്ന റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അതിൽ കണ്ടീഷൻ ഇതാണ്, y is divisible by x എന്നാണ്. അപ്പൊ നമുക്കിവിടെ ഓരോ കണ്ടീഷൻ നോക്കാം. 1 മുതൽ 6 വരെയാണ്. അപ്പൊ ആദ്യം 1 1 എന്നുള്ള പെയർ ഇവിടെ വരുമോ നോക്കുക. അപ്പൊ നമുക്ക് എക്സിന് 1 കൊടുത്തു, വൈക്ക് ഞാൻ 1 കൊടുത്തു. അപ്പൊ ഇവിടെ y എന്ന് പറഞ്ഞാൽ 1 ഈസ് ഡിവിസിബിൾ ബൈ 1 ആണ്. കാര്യം 1 by 1 1 കിട്ടും. അപ്പൊ പെയർ കിട്ടും നമുക്ക് 1 1. അടുത്ത 1 2 എന്ന് നോക്കാം. വൺ ടു. അപ്പൊ ഇവിടെ നോക്കിയാൽ 2നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2 തന്നെ കിട്ടും. അപ്പൊ പെയർ നമുക്ക് 1 2 കിട്ടും. 1 3 കിട്ടും. 1 3 ഡിവിസിബിൾ ആണ്. കാര്യം 3 ഈസ് ഡിവിസിബിൾ ബൈ 1 ആണ്. അപ്പൊ 1 3 ഉണ്ട്. 1 4 വരും. ദെൻ 1 5 വരും. ദെൻ 1 6. ഇതിലെല്ലാം ഡിവിസിബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ വരുന്ന എലമെന്റ്സുകൾ അല്ലെങ്കിൽ പെയറുകൾ 1 1 1 2 1 3 1 4 1 5 1 6 വരും. ഇനി നമുക്ക് 2ൽ തുടങ്ങാം. 2നെ ഫിക്സ് ചെയ്യാം. എക്സ് 2 കൊടുത്തു, y മാറ്റിക്കൊണ്ടിരിക്കുക. 2 1 വരുമോ നോക്കുക. വരില്ല, കാരണം ഡിവിസിബിൾ ബൈ 2 ഇവിടെ 0 ഡെസിമൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ മീനിങ് റിമൈൻഡർ 0 വരുന്ന കേസാണ്, അല്ലെങ്കിൽ ഡെസിമൽ ആയിട്ട് വരില്ല. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഡിവിസിബിൾ അല്ല. അപ്പൊ നമുക്ക് 2 1 എടുക്കാൻ പറ്റില്ല. ദെൻ 2 2 നോക്കാം. പറ്റും. 2 by 2 1 കിട്ടും. അതുകൊണ്ട് 2 2 പെയർ വരും. ദെൻ 2 3 വരുമോ നോക്കുക. 2 3 വരില്ല, കാരണം ഇവിടെ 1.5 എന്നാ വരുന്നത്. 2 3 ഇല്ല. ദെൻ 2 4 കിട്ടുമോ നോക്കാം. 2 4 കിട്ടും, കാരണം 4 by 2 2 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള പെയറുകളെല്ലാം ഇതിനകത്ത് വരും. പിന്നെ 3 വെച്ച് ചെക്ക് ചെയ്യണം. 3 1 3 2 3 3 3 4 3 5 3 6 അതിൽ വരുന്നതാണ് കണ്ടുപിടിക്കുക. അങ്ങനെല്ലാം ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്. നമ്മുടെ റിലേഷൻ കിട്ടുന്നത് 1 1 1 2 1 3 1 4 1 5 1 6 1 വെച്ചുള്ള എല്ലാം വരും. കാരണം ഈ രണ്ടാമത്തെ എലമെന്റിനെ നമുക്ക് ഒന്നാമത്തെ എലമെന്റ് കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത 2ന് നോക്കിയാൽ 2 2 പറ്റും, കാരണം 2നെ 2 വെച്ച് പറ്റും. 2 3 പറ്റില്ല, കാരണം 3യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1.5 ആ. 2 4 പറ്റും. 2 6 പറ്റും. പിന്നെ വരുന്ന 3 വെച്ച് 3 3 ഉണ്ട്, 3 6 ഉണ്ട്. വേറെ ഒന്നും വരത്തില്ല. 3 4 വരത്തില്ല, 3 5 വരത്തില്ല, 3 2 ഒന്നും വരില്ല. 4 വെച്ച് 4 4, 5 വെച്ച് 5 5, 6 വെച്ച് 6 6. അപ്പൊ അതവിടെ പറഞ്ഞേക്കുന്നത് 1 വെച്ച് എല്ലാം വരും. 1 1 1 2 1 3 1 4 1 5 1 6. പിന്നെ നമ്മൾ 2 വെച്ച് 2 2 അങ്ങനെ എല്ലാ പെയറുകളും നമ്മൾ എഴുതി. ക്ലിയർലി ആർ ഈസ് റിഫ്ലെക്സീവ്. 6 റിഫ്ലെക്സീവ് ആണ്. കാരണം 1 1 ഉണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം. 1 1 2 2 3 3 4 4 5 5 6 6 അതെല്ലാം വരുന്നുണ്ട്. ദെൻ സിമെട്രിക് ആണോ എന്ന് 1 2 ഉണ്ട്, പക്ഷേ 2 1 ഇതിനകത്തില്ല. ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്.
ട്രാൻസിറ്റീവ് ആണോ നോക്കാം. 1 2 ഉണ്ട്, ഇവിടെ 2 2 ഉണ്ട്, അപ്പോൾ 1 2 ഇതിനകത്തുണ്ട്. 1 3 ഉണ്ട്, 3 3 ഉണ്ട്, 1 3 ഇതിനകത്തുണ്ട്. 1 6 ഉണ്ട്, 6 6 ഉണ്ട്, അപ്പോൾ 1 6 ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇത് റിഫ്ലക്സീവും ട്രാൻസിറ്റീവും ആണ്, പക്ഷേ സിമെട്രിക് അല്ല. ഇതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ അടുത്തതിലേക്ക് പോയാൽ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. അതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന രണ്ട് ടൈപ്പാണ് ഇവിടെ പഠിക്കുന്നത്. ഒന്ന് 1 1 ഫംഗ്ഷൻ എന്നും മറ്റൊന്ന് ഓൺ ടു ഫംഗ്ഷൻ എന്നും. A function f from x to y is defined to be 1 1 if the images of distinct elements of x under f are distinct. ഇപ്പൊ എന്താന്ന് നോക്കാം. ഒരു ഫംഗ്ഷൻ എഫിനെ 1 1 എന്ന് പറയണമെങ്കിൽ ഡിഫറന്റ് എലമെന്റ്സുകളുടെ ഇമേജസ് ഡിഫറന്റ് ആയിരിക്കണം. നമുക്കത് നോക്കാം. അങ്ങനെ വരുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ 1 1 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ 4 എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഒന്നാമത്തെ കേസ് 1 2 3 4 A B C D E F. ഇതിൽ 1 is related to A, 2 related to B, 3 related to D, 4 related to C. അടുത്തത് 1 related to B, 2 related to B, 3 related to C, 4 related to D. ഇങ്ങനെ 4 ജോഡികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 ജോഡികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഓരോ കേസായിട്ട് നോക്കാം. ഹിയർ F1 ആൻഡ് F4. F1 നോക്കുക, ഇതാണ് ഫസ്റ്റ് F1. F4 നോക്കിയാൽ ഇതാണ്. ഇവിടെ ഡിഫറന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറന്റ് ഇമേജസ്. ഏത് രണ്ട് ഡിഫറന്റ് പെയർ എടുത്താലും 1 2 1 3 1 4 2 3 2 4 3 4 എങ്ങനെ എടുത്താലും അതിന്റെ ഇമേജസുകൾ ഡിഫറന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനല്ല. 1 2 എടുത്തു, പക്ഷെ ഇമേജ് സെയിം ആയി. ഇവിടെ അതുപോലെ 1 2 എടുത്തു, ഇമേജ് സെയിം ആയി. അപ്പൊ ഇത് രണ്ടും 1 1 അല്ല, ഇത് രണ്ടും 1 1 ആണ്. That is F1 and F4 are 1 1 കാരണം ഡിഫറന്റ് എലമെന്റ്സുകളുടെ ഇമേജസ് ഡിഫറന്റ് ആണ്. Then F3 and F4. F3 നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ആരോ മാർക്ക് വന്ന് നിൽക്കുന്ന എലമെന്റുകളാണ് റേഞ്ചിൽ വരുന്നത്. A B C D റേഞ്ച്. കോഡൊമൈൻ എന്ന് പറയുമ്പോൾ ഫുൾ സെറ്റ് ആണ് വരുന്നത്. A B C D E F അല്ല. അപ്പൊ ഇത് ഓൺ ടു അല്ല. അപ്പൊ ഓൺ ടു ആണുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ സെറ്റിനകത്തെ ഏതൊരു എലമെന്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഒന്നാമത്തെ സെറ്റിൽ ഉണ്ടാവണം. മിനിമം ഒരു എലമെന്റ് എങ്കിലും ഉണ്ടാവണം. അങ്ങനെ വന്നാൽ അതിനെ നമ്മൾ ഓൺ ടു എന്ന് പറയും. അപ്പൊ ഇത് ഓൺ ടു അല്ല, കാരണം ഇക്ക് ഒരു പ്രീ ഇമേജ് ഇല്ല, എഫിന് ഒരു പ്രീ ഇമേജ് ഇല്ല. അപ്പൊ ഇത് ഓൺ ടു അല്ല, പക്ഷെ ഇത് 1 1 ആണ്. അടുത്തത് അതുപോലെ തന്നെയാണ്. 1 1 അല്ല, കാരണം 1 നും 2 ന്റെ ഇമേജ് സെയിം ആ. ഓൺ ടു ആണോ നോക്കണമെങ്കിൽ റേഞ്ചിനകത്ത് വരുന്ന B C D ഉള്ളൂ. A E F റിലേറ്റഡ് അല്ല, അല്ലെങ്കിൽ എക്കും ഇക്കും എഫിനും പ്രീ ഇമേജ് കാണാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. അപ്പൊ ഇത് 1 1 അല്ല, ഓൺ ടു അല്ല. ഇവിടെ നോക്കിയാൽ ഇവിടെ ഇതിനകത്തെ എലമെന്റ്സുകൾ നോക്കിയാൽ ഇത് 1 1 അല്ല, കാരണം 1 ഉം 2 ഉം ഡിഫറന്റ് ആണ്, പക്ഷെ ഇമേജ് സെയിം ആയിട്ട് വന്നു. ഇറ്റ് ഈസ് നോട്ട് 1 1. ഓൺ ടു ആണോ നോക്കിയാൽ റേഞ്ചിനകത്ത് വരുന്ന ABC, കോഡൊമൈൻ എന്ന് പറഞ്ഞാലും ABC തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇവിടുത്തെ ഏതൊരു എലമെന്റ് എടുത്താലും ഒരു പ്രീ ഇമേജ്, മിനിമം ഒരു പ്രീ ഇമേജ് എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. എക്ക് 2 പ്രീ ഇമേജസ് ഉണ്ട്, ബിക്ക് ഒരു പ്രീ ഇമേജ് ഉണ്ട്, സിക്ക് ഒരു പ്രീ ഇമേജ് ഉണ്ട്. അപ്പൊ ഇത് ഓൺ ടു ആണ്, പക്ഷെ അന്നേരം ഇത് 1 1 അല്ല. ഇനി ഈ കേസ് നോക്കിയാൽ ഏത് 2 ഡിഫറന്റ് എലമെന്റ്സ് എടുത്താലും ഇമേജസ് ഡിഫറന്റ് ആണ്. ഇവിടെ നോക്കിയാൽ അതുപോലെ ഏതൊരു എലമെന്റ് രണ്ടാമത്തെ സെറ്റിൽ എടുത്താലും ഒരു പ്രീ ഇമേജ് എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുമുണ്ട്. അപ്പോൾ ഇത് ഓൺ ടു ആണ്. അപ്പൊ ഈ എക്സാമ്പിളുകൾക്കകത്ത് ഈ F4 എന്നുള്ളത്, അതുപോലെ F3 എന്നുള്ളത്, F3യും F4ഉം ഓൺ ടു ആണ്. കൂടാതെ F4 എന്ന് പറഞ്ഞാൽ 1 1 ഉം ആണ്, ഓൺ ടു ആണ്. രണ്ടും കൂടെ ആണ് വരുന്നത്. 1 1 ആൻഡ് ഓൺ ടു. 1 1നെ നമ്മൾ പറയുന്ന പേരാണ് ഇൻജെക്ഷൻ എന്ന് പറയും. ഓൺ ടുവിനെ നമ്മൾ പറയും സർജക്ഷൻ എന്ന് പറയും. അപ്പൊ 1 1 ഈസ് കോൾഡ് ഇൻജെക്ഷൻ, ഓൺ ടു ഈസ് കോൾഡ് സർജക്ഷൻ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതിപ്പോ ഒരു 1 1 ഫംഗ്ഷൻ ആണ്, അതുപോലെ ഇതൊരു 1 1 ആണ്. കൂടാതെ ഈ നാലാമത്തെ എക്സാമ്പിൾ ഓൺ ടുവും കൂടെ ആണ്, കാര്യം റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ ആണ്. അപ്പൊ ഇത് ഇൻജെക്ഷനും ആണ് സർജക്ഷനും ആണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഫംഗ്ഷന്റെ പേരാണ് ബൈജക്ഷൻ എന്ന് പറയും. ബൈജക്ഷൻ. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് കേസ്. അപ്പോൾ 1 1 എന്താണ്, ഓൺ ടു എന്താണ്? 1 1 മീൻസ്
ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറെന്റ് ഇമേജസ്. ഓൺ ടു മീൻസ് റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമെയിൻ. ഇതായിരുന്നു ഒന്നാമത്തെ കേസ്. ഇനി നമുക്ക് ഗ്രാഫ് നോക്കാം. അപ്പൊ ഇതിന്റെ ഗ്രാഫ് നോക്കിയാൽ ഇതിപ്പോ ഫംഗ്ഷൻ ഇതാണ് എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ എന്നുള്ള ഈ ഫംഗ്ഷൻ 1 ആണോ ഓൺ 2 ആണോ എന്നുള്ള കേസാണ് നോക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ കർവിനെ അല്ലെങ്കിൽ ഈ ഫംഗ്ഷനെ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻ വരച്ചു. അപ്പൊ ഇത് ഒന്നിൽ കൂടുതൽ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് ഗ്രാഫിനെ. അല്ലെ നമുക്ക് വേറെ രീതി പറയാം, എക്സിന്റെ വില ഇവിടെ നോക്കിയാൽ 1.67 ആകുമ്പോൾ y വാല്യൂ 2.8, -1.67 ആയപ്പോഴും y വാല്യൂ 2.8 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എക്സുകൾ രണ്ട് ഡിഫറന്റ് ആണ്, പക്ഷെ y സെയിം ആയിട്ട് വന്നു, ഇമേജ് സെയിം ആയിട്ട് വരുന്നു. അപ്പൊ അതുകൊണ്ടത് 1 അല്ല. ഇവിടെ നോക്കിയാലും നോക്ക്, -1 ഇമേജ് 1 ആണ്, 1 ഇമേജ് 1 തന്നെയാണ്. ഫംഗ്ഷൻ ഈസ് നോട്ട് 1. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ ഞാൻ 2ലാണ് കൊണ്ടുവരുന്നതെങ്കിൽ 2 ഇത് 2ൽ കൊണ്ടുവച്ചാൽ, അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം 1.41, ഇവിടെ -1.41. എക്സ് വാല്യൂസ് ഡിഫറന്റ്, പക്ഷേ y വാല്യൂ സെയിം. സോ ഇറ്റ് ഈസ് നോട്ട് 1. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കാം. ഏത് വാല്യൂ നോക്കിയാലും ഇവിടെ നോക്കിയാലും -2.24 ഡിഫറന്റ് ആണ്, പക്ഷെ അതിന്റെ ഇമേജ് സെയിം ആയിട്ട് വന്നു, രണ്ടും 5 വന്നു. സോ ഇറ്റ് ഈസ് നോട്ട് എ 1 ഫംഗ്ഷൻ. ഇനി ഓൺ ടു നോക്കാൻ നമ്മുടെ ഫംഗ്ഷൻ പറയുന്നത് സാധാരണ R to R ആണ്. ഡൊമൈനും അതിന്റെ കോഡൊമൈനും R തന്നെ. അപ്പൊ എല്ലാ റിയൽ നമ്പേഴ്സിനും നമുക്ക് ഇവിടെ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം 0 മുതലേ ഇതിന് y വാല്യൂസ് ഉള്ളൂ. 0യുടെ മുകളിലോട്ടാണ് ഗ്രാഫ്, താഴത്തെ നെഗറ്റീവ് പോർഷനിൽ ഗ്രാഫ് ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. 0 മുതൽ മുകളിലോട്ട് നമുക്കിതിനെ എല്ലാത്തിനും ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റും. അത് വേണേ ഓൺ ടു ആയിട്ട് ആ പോർഷനിൽ എടുക്കാം, പക്ഷേ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇനിയും വേറൊരു കേസ് വേണേ നമുക്കിവിടെ പറയാം, ഇതിനെ എങ്ങനെ 1 ആക്കാം. ഇതിപ്പോ 1 അല്ല, ഈ ഒരു ഗ്രാഫിനെ എങ്ങനെ 1 ആക്കാം. ഇപ്പൊ നമ്മൾ ഈ ഫംഗ്ഷൻ ഒന്ന് റീഡിഫൈൻ ചെയ്താൽ മതി. ഒന്നുകിൽ ഈ ബ്രാഞ്ച് അങ്ങ് കളയണം, അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് അങ്ങ് കളയണം. ഈ രണ്ട് ബ്രാഞ്ചിൽ ഏതെങ്കിലും ഒന്ന് കളഞ്ഞാൽ ഒറ്റ പോയിന്റിലെ കട്ട് ചെയ്യത്തുള്ളൂ. അത് കളയണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് റീഡിഫൈൻ ചെയ്താൽ മതി. ഇവിടെ എക്സ് സ്ക്വയർ എന്നാണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നമുക്കൊന്ന് കൊടുത്തു നോക്കാം. കണ്ടോ, അപ്പോൾ നമുക്ക് ഒരു പോർഷൻ പോവും, ഫംഗ്ഷൻ ഇങ്ങനെ വരും. അപ്പോൾ ഈ കേസിൽ ഈ ലൈൻ എവിടെ പോയാലും ഇതൊരൊറ്റ പോയിന്റ് മാത്രമേ ഇതിനെ കട്ട് ചെയ്യത്തുള്ളൂ. സോ ഇറ്റ് ഈസ് 1. നമുക്ക് അങ്ങനെ വേണേൽ ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്യാം. എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് കൊണ്ടുവരാം. ഇനിയും തിരിച്ചും ചെയ്യാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുത്താലും നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ചെയ്യാനത് മാറ്റുന്നു, പഴയ വഴി തന്നെ ഫംഗ്ഷനെ കൊണ്ടുവന്നു. ഇതാണ്. അപ്പൊ ഇത് 1 അല്ല, ഓൺ 2 അല്ല. ഇങ്ങനെ നമുക്ക് ഏത് ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇതായിരുന്നു നമ്മുടെ ഡെഫിനിഷൻ ആദ്യത്തെ 1 ആൻഡ് ഓൺ 2 എന്ന് പറഞ്ഞാൽ. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. 1 മീൻസ് ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറെന്റ് ഇമേജസ്. ഡിഫറെന്റ് എലമെന്റ്സിന്റെ ഇമേജസ് ഡിഫറെന്റ് ആയിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ അത് 1 അല്ല. ഇനി വേറെ എക്സാമ്പിൾ വേണം നോക്കാം. ഈ ഫംഗ്ഷൻ ഞാനൊന്ന് മാറ്റിയിട്ട് എക്സ് സ്ക്വയർ മാറ്റി ആ ഫംഗ്ഷൻ ഞാൻ x³ എന്ന് കൊടുക്കുക. x³ എന്ന് കൊടുത്താൽ ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എവിടെ പോയാലും ഒറ്റ പോയിന്റിൽ ഇതിനെ കട്ട് ചെയ്തുള്ളൂ, ടച്ച് ചെയ്ത് അല്ല, കോമൺ പോയിന്റ് ഉള്ളൂ, ഒറ്റ പോയിന്റ് മാത്രമേ ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് 1. കൂടാതെ ഇതിന് റേഞ്ചിനകത്ത് എല്ലാ നെഗറ്റീവ് റിയൽ നമ്പേഴ്സും വരുന്നുണ്ട്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സും എല്ലാം വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് 1 ആൻഡ് ഓൺ 2. ഇതൊരു ബൈജക്ഷൻ ആയിരിക്കും. x³ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ബൈജക്ഷൻ ആയിരിക്കും, അതായത് 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ. എ ഫംഗ്ഷൻ f from x to y is 1 if the images of distinct elements of x under f are distinct. അത് നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട് സൗകര്യത്തിന് വേണ്ടി. f of x1 equal to f of x2 implies x1 equal to x2. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അതിനെ many 1 എന്നും പറയാറുണ്ട്. Then a function f from x to y is said to be on 2. On 2 എന്ന് പറയണമെങ്കിൽ if every element in y, ഏതൊരു y എടുത്താലും is
ദ ഇമേജ് ഓഫ് സം എലമെന്റ് ഓഫ് എക്സ്. ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ എക്സിന്റെ ഇമേജ് ആയിട്ട് വരികയും വേണം. ദാറ്റ് ഈസ് ഫോർ എവറി y എലമെന്റ് ഓഫ് y there exists an element x in x. ഒരു x ഉണ്ടാവണം എക്സിൽ. സോ ദാറ്റ് f of x is equal to y. ഇതായിരുന്നു നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ.